ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഇന്ന് പാരീസിൽ ഹോളിഡേ ആണ്. ഇപ്പോൾ ഹോളിഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഹോളി മാർച്ചിലല്ലേ? യെസ്, ഓഫ് കോഴ്സ് മാർച്ചിലാണ്. പക്ഷേ മാർച്ചിൽ ഇവിടുത്തെ വെതർ അത്ര നല്ലതില്ലാത്തതുകൊണ്ട് നമ്മൾ പാരീസിൽ ഹോളി ആഘോഷിക്കുന്നത് ഈ ഒരു മെയ് ടൈമിലാണ്. അത് കുറച്ച് നിങ്ങൾ കാണുന്ന പോലെ നല്ല വെയിലുള്ള നല്ലൊരു ദിവസമാണ്. സോ അപ്പോൾ വെതർ കുറച്ച് നല്ലതായതുകൊണ്ട് ഇപ്പോഴാണ് നമ്മളിവിടെ ഹോളി ആഘോഷിക്കുന്നത്. സോ അങ്ങനെ ഇവിടെ ജിയോ ഫ്രാൻസും പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ അസോസിയേഷൻസും കൂടെ ചേർന്നുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾക്ക് മലയാളികൾക്ക് പൊതുവെ അങ്ങനെ ഹോളി ആഘോഷമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഹോളി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി വരുന്ന ഒരു ഹോളി പ്രോഗ്രാമാണ്. ഭയങ്കര ഒരുപാട് DJസും പിന്നെ പല പല അസോസിയേഷൻ, ഇപ്പം ബോളിവുഡ്, പിന്നെ നമ്മുടെ മലയാളി അസോസിയേഷന്റെ മലയാളി അസോസിയേഷന്റെ സൈഡിൽ നിന്നുള്ള ഡാൻസ് ഗ്രൂപ്പ്സ്, അങ്ങനെ കുറെ ആളുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ കുറെ ഡാൻസ് പ്രോഗ്രാംസ്, DJ, ഫുഡ് സ്റ്റോൾസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് നമ്മളിപ്പം എല്ലാ വർഷവും മിസ് ചെയ്യാതെ വരുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ പാരീസിലെ ഹോളി. ഇവിടെ ഒരു പാർക്കിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. സോ ഈ കാണുന്ന ആളുകളെല്ലാം ഇപ്പം ഇന്നത്തെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോകുന്നവരാണ്. ഈ ലൈൻ തന്നെ കാണുന്നത് ഇത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആളുകളാണ് ഈ ലൈനിൽ. നെക്സ്റ്റ് ടൈം ഇവിടെ ഹോളിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരാം. സോ അപ്പം ലൈനിൽ നിൽക്കാതെ ഈ ക്യൂ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് പോകാൻ പറ്റും. ഞാൻ ഇന്ന് മലയാളത്തിൽ മാത്രം സംസാരിച്ചു. നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് മലയാളി കുട്ടിയായി വന്നാണ്. ബിക്കോസ് നീ എന്നെ വ്ലോഗിൽ എരപ്പാളി വിളിച്ചു. ഇപ്പൊ കണ്ട മലയാളിയായിട്ട് തോന്നും. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാൽദീവ്സിൽ പോണ പോലെ ഉണ്ട്. Straight from Paris to Maldives. Maldives. Hello guys. എല്ലാരും തകർത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കും. ഞാൻ മാത്രം എടുക്കുന്നില്ല, ഗുഡ്ഗൽ മൈക്കൊക്കെ ഉണ്ടോ? ഹായ് ഗൈസ്, വി ആർ ഹിയർ ടു സെലിബ്രേറ്റ് ഹോളി. അപ്പം ഞങ്ങളിപ്പോൾ ഇനി ടിക്കറ്റ് നമുക്കിവിടെ വാലിഡേറ്റ് ചെയ്യണം. അപ്പോഴത്തെ അവർ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് എന്നിട്ടാണ് അവർ അകത്തേക്ക് വിടുന്നത്. സോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഒരു ചെറിയ പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെ 7 യൂറോസ് നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണം കയറുന്നതിനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വേറെ ചെറിയ റൈഡ്സ്, കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ റൈഡ്സ്, ഫുഡ് സ്റ്റോൾസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് ഭയങ്കര നല്ലൊരു കാര്യം. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഫെസ്റ്റിവൽ മറ്റൊരു കൺട്രിയിൽ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ വെക്കുന്നത് നല്ല കാര്യമാണ്. ഇവിടെ ഇപ്പം നമുക്ക് കാണാം കളേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. കളേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസ് കണ്ടു, ക്ലോത്ത്സ്, ഇന്ത്യൻ അറ്റയേഴ്സ്. ഒരുപാട് ആളുകൾ വന്ന് അതൊക്കെ വാങ്ങിക്കുകയും അതൊക്കെ നോക്കുകയും ഇന്ത്യൻ ഫുഡ്സൊക്കെ നമുക്ക് അവിടെ ട്രയൽ ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. These people love this culture. See, French people are also wearing this lehengas. And English parayana Malayalathil parayana. No, it's okay. നോക്കെ ഫ്രഞ്ച് ടീംസ് ഒക്കെ നല്ല ലാച്ച് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ജാക്കറ്റ് ഒക്കെ പക്ഷെ നമ്മളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. നോക്ക്, സൽവാർ ഒക്കെ ഇട്ട് വന്നേക്കുന്നത്. സൽവാർ അല്ല, ചുരിദാർ. അപ്പോൾ നമുക്ക് ഹോളി നടക്കുന്ന മെയിൻ സ്റ്റേജിലേക്ക് പോവാം. ഇതാണ് മെയിൻ സ്റ്റേജ്. ഇതിൻ്റെ പുറകിൽ കാണുന്ന ബിൽഡിംഗ് ലൂയി വിത്തോണിൻ്റെ ഫൗണ്ടേഷനാണ്. സോ ഇത് മെയിൻ സ്റ്റേജും പിന്നെ ഇതിന് ചുറ്റും ഈ പാർക്കിൽ വേറെ പല ചെറിയ ചെറിയ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. അവിടെ
കുറേ ഡാൻസ് പ്രോഗ്രാംസ്, ആ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഇവിടെ ഒരു സ്ക്രീനിൽ അവരവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹോളി മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേജ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻസ് കൂടാതെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസിനേക്കാളിലും കൂടുതൽ ഫോറിനേഴ്സാണ് ഇവിടെ ഹോളി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. കളേഴ്സ് ഒക്കെ എറിഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ആഘോഷിച്ചു. നിങ്ങൾക്ക് കാണാം ഇവിടെ ആളുകൾ എങ്ങനെ അവരെല്ലാവരും എൻജോയ് ചെയ്യുന്നതെന്ന്. എല്ലാവരും ഈവൻ അവർക്ക് ആ പാട്ടുകളോ ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ തീടത്തുണ്ടെങ്കിലും ആളുകൾ വരുന്നവരെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളിവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ വന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. നമ്മൾ ആ ഒരു സമയം തൊട്ട് ഇത്രയും സമയം വരെ നമ്മളിവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്ത് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തു. നമ്മൾ തന്നെ അങ്ങനെ ഗൈസ് ഞാൻ പറയാം, ചിരിക്കണ്ട. അങ്ങനെ ഗൈസ് നമ്മൾ കഴിഞ്ഞു ഹോലി. ഈ മുഖമൊന്നും കണ്ട് പേടിക്കണ്ട, നോർമൽ. അങ്ങോട്ട് പോയ ആളുകളെല്ലാം തിരിച്ചു. അതന്നെ എപ്പോഴും നന്നായിരുന്നായിരുന്നു. ഇപ്പൊ നോക്ക്, കുഴപ്പമില്ല. വി എൻജോയ്ഡ്. അതെ, വി എൻജോയ്ഡ് റൈറ്റ്. നമ്മൾ കഴിഞ്ഞ 3 വർഷവും ഭയങ്കരമായിട്ട് ആഘോഷിച്ചാണ് ഹോളി. അടുത്ത വർഷവും നമുക്ക് കാണാം. അതെ, അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടാവും. നീ ഇതുവരെ കണ്ടതിലും കൂടുതൽ ആൾക്കാർ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. കൊറേ വരുന്നുണ്ട് ഫ്രാൻസിലോട്ട്. പിന്നെ നിങ്ങൾ എപ്പോഴാ വരുന്ന ഫ്രാൻസില്? ഞാൻ എവിടെ നോക്കണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ ടെൻഷനായിട്ട് നിന്നെ തന്നെ നോക്കിയാൽ മതി, ഞാൻ എന്നെ തന്നെ നോക്കത്തോളൂ. സോ അടുത്ത വർഷം നമ്മൾ വരും. അടുത്ത വർഷം നിങ്ങളും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുവാണെങ്കിൽ നേരത്തെ ടിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് വരിക. കാരണം ടിക്കറ്റ് ഒക്കെ മേടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് മേടിക്കുന്നത് ഒരു 1 hour ഒക്കെ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് മേടിക്കേണ്ടി വരും. സോ ഓൺലൈൻ ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. വെബ്സൈറ്റ് ഇറ്റ്സ് വെരി ഈസി ടു ബുക്ക് ഓൺലൈൻ. €5 തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ്. €5 ടിക്കറ്റ് മേടിച്ചാൽ മതി. So overall the experience was good. We had fun. You should try once. അതെ. Thing is that I'm from Mumbai and I had a lot of Holi in my life, but this my Mallu friend. This is her first time and we had a lot of fun. Yes. നമ്മൾക്ക് മലയാളികൾക്ക് എങ്ങനെ ഹോളി ഒന്നും ഇല്ലല്ലോ നാട്ടിൽ. ഇപ്പൊ പിന്നെ കൊറേ സ്ഥലത്തൊക്കെ കേരളത്തിലും തുടങ്ങി, പക്ഷെ ഇത്രയൊന്നും ഇല്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്ര ഭയങ്കര. ഇവിടെ ആൾക്കാർ കണ്ടല്ലോ അവളുടെ പ്രീവിയസ് വീഡിയോയില്, അത്ര ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അയ്യോ വയ്യ, ഡാൻസ് കളിച്ച്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഹോളി വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാ ശരി. എന്റെ ഫ്രണ്ടിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. അവളെ കുറച്ച് എൻകറേജ് ചെയ്യൂ. പഠിപ്പിച്ചു കൊടുത്തു പറയാൻ വേണ്ടിട്ട്. പ്രോത്സാഹിപ്പിക്കൂ കുറച്ച് എന്റെ ഫ്രണ്ടിന് പ്ലീസ്. അപ്പൊ എനിക്കും കിട്ടും. എനിക്ക് ഇനിയും വീഡിയോയിൽ വരാം. എന്നാലേ ഇവളെ ഇനി വീഡിയോയിൽ വരുത്തുള്ളൂ. ഇതിന്റെ ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ട് വേണം ഇനി ഇവളെ വീഡിയോയിൽ കേൾക്കണം വേണ്ടത്. അതന്നെ, അവളെ പ്രോത്സാഹിപ്പിക്കൂ. ഓക്കെ, അപ്പൊ ബൈ ഗൈസ്.